എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ, എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. ഇന്ന് നമുക്ക് ഗുരുക്കന്മാരാരാണെന്നറിയാം. ആരാണ് യഥാർത്ഥ ഗുരു എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. യഥാർത്ഥത്തിൽ ആരാണ് ഒരു ഗുരു എന്ന് പറയുന്നത്? അതായത് അന്ധകാരമാകുന്ന അവിദ്യയിൽ നിന്ന്, അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനമാകുന്ന വിദ്യയിലേക്ക്, അതായത് ആ ഒരു പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കാൻ പ്രാപ്തനായിട്ടുള്ളത് ആരാണോ അവരാണ് യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ. ഇതൊരു പ്രാർത്ഥനയാണ്. അതായത് അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. അതായത് അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കണമേ. ഇനി അന്ധകാരമാകുന്ന, അജ്ഞാനമാകുന്ന അവിദ്യയിൽ നിന്നും ജ്ഞാനമാകുന്ന വിദ്യയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രകാശത്തിലേക്ക് എന്നെ നയിക്കണമേ. മൃത്യുവിൽ നിന്നും അമരത്വത്തിലേക്ക് നയിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് ജ്ഞാനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമുക്ക് നന്നായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് അറിവ് വേണം. അല്ലെങ്കിൽ ആസ് യൂഷ്വൽ നമുക്ക് ഒരു കാഷ്വലായിട്ട് അങ്ങ് ജീവിച്ചു പോകാം. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമോ അതിൻ്റെ ഒരു സമ്പന്നതയോ അതിൻ്റെ സൗന്ദര്യമോ ഒന്നും ആസ്വദിക്കാൻ സാധിക്കാതെ വെറുതെ അങ്ങ് ജീവിച്ചു പോകാം. അതിന് വേണ്ടിയിട്ടാണോ ഇത്രയും അപൂർവമായിട്ടുള്ളൊരു മനുഷ്യജന്മം നമുക്ക് ലഭ്യമായിട്ടുള്ളത്? അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള മനുഷ്യജന്മമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു മനുഷ്യജന്മം സാർത്ഥകമാക്കണമെങ്കിൽ അതെങ്ങനെ ജീവിക്കണമെന്ന് ഉള്ള തിരിച്ചറിവുണ്ടായിരിക്കണം. അതിന് നമുക്കൊരു ഗുരുവിൻ്റെ സഹായം അത്യാവശ്യമാണ്. ഗുരു എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്കൂൾ ടീച്ചേഴ്സോ കോളേജ് ടീച്ചേഴ്സിനെയോ മാത്രമല്ല ഗുരു എന്ന് പറയുന്നത്. നമുക്ക് പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ അനവധി ഗുരുക്കന്മാരെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ആരാണ് നമ്മുടെ ഗുരു? ആരായിരിക്കണം നമ്മുടെ ഗുരു ആയിരിക്കേണ്ടത്? അതിനുള്ള യോഗ്യത എന്തായിരിക്കണം? ഒരു ഗുരുവിന് വേണ്ട യോഗ്യത എന്താണ്? അല്ലെങ്കിൽ യഥാർത്ഥ ഗുരുവിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? ആദ്യമായിട്ട് നമുക്ക് അക്ഷരാഭ്യാസം പകർന്നു തരുന്ന, അല്ലെങ്കിൽ അറിവിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞു തരുന്നത് ആരാണ്? നമ്മുടെ മാതാപിതാക്കളാണ്. അപ്പോൾ യഥാർത്ഥ ഗുരു, അല്ലെങ്കിൽ ആദ്യ ഗുരു എന്ന് പറയുന്നത് അമ്മ തന്നെയാണ്. അതിനുശേഷമാണ് നമുക്ക് പല ഗുരുക്കന്മാരെ കിട്ടുന്നത്. ഇനി ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നുണ്ട്, ബന്ധങ്ങളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു എന്ന് പറയും. അനുഭവങ്ങളിലൂടെ നമ്മൾ അനവധി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഈ പ്രകൃതിയിലെ ഓരോ ചരാചരങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ അവയിൽ നിന്നെല്ലാം നമുക്ക് പാഠങ്ങൾ പഠിക്കാൻ സാധിക്കുന്നുണ്ട്. ഉറുമ്പിൽ നിന്ന്, പക്ഷികളിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന്, നമുക്ക് ചുറ്റുമുള്ള സർവ്വതിൽ നിന്നും, കാറ്റിൽ നിന്നും, മഴയിൽ നിന്നും എല്ലാം നമുക്ക് പാഠങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രത്യേക ഗുരു, ഇന്ന ആളാണ് നമ്മുടെ ഗുരു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനി നമുക്ക് തന്നെ നമ്മുടെ ഗുരുവാകാൻ സാധിക്കും. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ അറിവുകളും സർവ്വജ്ഞാനവും നമ്മുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ തന്നെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമ്പോൾ എന്തായി? അവിടെയും ആ ഒരു അമൃതമാകുന്ന അറിവ് നമ്മൾ സ്വായത്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നമ്മളെ അറിയാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെയായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ഗുരു. ഇനി സർവജ്ഞനായിട്ടുള്ള പരമപിതാവായിട്ടുള്ള സാക്ഷാൽ ഭഗവാനാണ് പരമഗുരു എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞല്ലോ, അനവധി ഗുരുക്കന്മാരുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി എങ്ങനെയാണ് നമ്മളൊരു യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തുക? എങ്ങനെ നമുക്കൊരു യഥാർത്ഥ ഗുരുവിനെ തിരിച്ചറിയാൻ സാധിക്കും? സത്യത്തിൽ നമ്മൾ ഗുരുവിനെ അന്വേഷിച്ച് പോകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ മനസ്സ് ആർദ്രമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം വിശാലമുള്ളതാണെങ്കിൽ, നമ്മുടെ മനസ്സ് പരിശുദ്ധമാണെങ്കിൽ, സർവവും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചിത്തശുദ്ധി നേടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ശരിയായ ഗുരു നമ്മുടെ മുന്നിൽ പ്രത്യക്ഷനാകുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് കൃത്യമായ സംശയങ്ങളുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രാപ്തനായിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തി, ഇനി എന്തിനേയും അംഗീകരിക്കാനായിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തി, ചിത്തശുദ്ധി നേടിയ ഒരു വ്യക്തി, അവന് മുന്നിൽ യഥാർത്ഥ ഗുരു പ്രത്യക്ഷനാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പം നമുക്കറിയാം, സാക്ഷാൽ നാരദ മഹർഷി, അദ്ദേഹം വാൽമീകിക്ക് യഥാർത്ഥമായിട്ടുള്ള ഉപദേശം കൊടുത്ത് കൃത്യമായിട്ട് അദ്ദേഹത്തെ, അതായത് വെറും ഒരു കാട്ടാളനായിരുന്ന അദ്ദേഹത്തെ വലിയൊരു ജ്ഞാനിയാക്കി, അല്ലെങ്കിൽ വാൽമീകി മഹർഷിയാക്കി ഉയർത്താനായിട്ട് കൃത്യസമയത്ത് അദ്ദേഹത്തിന് മുൻപിൽ ആര് പ്രത്യക്ഷപ്പെടുന്നുണ്ട്? നാരദ മഹർഷി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മുടെ മനസ്സ് വിശാലമാക്കുക, നമ്മൾ നല്ലൊരു ഗുരുവിനെ ആഗ്രഹിക്കുക. തീർച്ചയായിട്ടും കൃത്യമായിട്ടും നമ്മുടെ ഗുരു നമുക്ക് മുന്നിൽ പ്രത്യക്ഷനാവുക തന്നെ ചെയ്യും. നമ്മളെവിടെയും അലയേണ്ട. ഗുരുവിനെ സ്വീകരിക്കാൻ ഉള്ള ഒരു ചിത്തശുദ്ധി നേടിയെടുക്കുക മാത്രമാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്.
ഇനി ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഭഗവാൻ അദ്ദേഹത്തിൻ്റെ സ്വധാമത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് മുൻപായിട്ട് ഉദ്ധവരോട് പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ കലിയുഗം ആരംഭിക്കുകയാണ്. കലിയുഗത്തിൽ സത്യധർമാദികൾക്ക് യാതൊരു പ്രാധാന്യവും ഉണ്ടാവില്ല. അതായത് ഇവിടെ കലിയുടെ പൂർണ്ണ വിളയാട്ടമായിരിക്കും. ധർമ്മവും സത്യവും ഒന്നും നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഉദ്ധവരെ എത്രയും പെട്ടെന്ന് അങ്ങ് യാത്ര തിരിച്ചോളൂ, അങ്ങ് ലോകം മുഴുവൻ സഞ്ചരിക്കൂ എന്നൊക്കെ പറയാണ്. പക്ഷെ ഉദ്ധവർക്ക് എല്ലാം വിട്ടിട്ട് പോകാൻ സാധിക്കുന്നില്ല, സ്വജനങ്ങളെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. അവിടെ മായ അദ്ദേഹത്തെ പിടികൂടുകയാണ്. അപ്പോൾ ഇത്രയും കാലം ഭഗവാനോടൊപ്പം ജീവിച്ചിട്ടും ആ മായയിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പോൾ ഭഗവാന് മനസ്സിലായി ഇദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം ദത്താത്രേയ മഹർഷിയുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആരാണ് ദത്താത്രേയൻ? അതായത് അനസൂയ ദേവിയുടെയും അത്രി മഹർഷിയുടെയും പുത്രനാണ് ദത്താത്രേയൻ. അതായത് ത്രിമൂർത്തികളായിട്ടുള്ള ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ അംശമാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈശ്വരൻ്റെ ഒരു പ്രതിരൂപമാണെന്ന് തന്നെ പറയാം. അതുപോലെ പരമഗുരുവായിട്ടും അദ്ദേഹത്തെ നമുക്ക് പറയാം. അതായത് ഗുരുവിൻ്റെയും ഈശ്വരൻ്റെയും തുല്യ പ്രാധാന്യം അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇദ്ദേഹം മാർഗശീർഷ മാസത്തിലാണ് ജനിക്കുന്നത്. ഇനി ഇദ്ദേഹത്തെ തേടി എന്നല്ല, യദു എന്ന രാജാവ്, അദ്ദേഹം ഒരു ആത്മജ്ഞാനിയായിട്ടുള്ള ഒരു രാജാവാണ്. അദ്ദേഹത്തിന് അനുയോജ്യനായിട്ടുള്ളൊരു ഗുരുവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് ദത്താത്രേയ മഹർഷിയെ കാണുന്നത്. അദ്ദേഹമാണെങ്കിലോ അതായത് വളരെ സന്തോഷവാനാണ്. കാണുമ്പോഴെല്ലാം അദ്ദേഹം വളരെ സന്തോഷവാനാണ്, എപ്പോഴും ആനന്ദാവസ്ഥയിലാണ്. എങ്ങനെ ഇദ്ദേഹത്തിന് ഇത്ര സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നു എന്ന് യദു രാജാവ് ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിന് ശരീരബോധമോ വസ്ത്രബോധമോ ഒന്നുമില്ല, അതായത് ശുദ്ധവും വൃത്തിയോ ഒന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ യദു രാജാവ് അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അങ്ങേക്ക് ഇത്രയും സന്തോഷത്തിലിരിക്കാൻ സാധിക്കുന്നത്? അങ്ങ് ഈ വെറുതെ ഇരുന്ന് സമയം കളയുന്നതിന് പകരം അങ്ങേക്ക് പുരുഷാർത്ഥങ്ങളെ പ്രാപിക്കാനായിട്ടുള്ള ശ്രമം നടത്തിക്കൂടെ? അതായത് ധർമാർത്ഥ കാമ മോക്ഷങ്ങളായിട്ടുള്ള പുരുഷാർത്ഥങ്ങളെ നേടാൻ അങ്ങ് ശ്രമിക്കുന്നില്ലല്ലോ. പക്ഷേ എങ്കിലും അങ്ങ് സദാ സന്തോഷവാനായിട്ട് കാണപ്പെടുന്നു. ആരാണ് അങ്ങയുടെ ഗുരു എന്ന് ചോദിക്കുകയാണ്. അതിന് ദത്താത്രേയ മഹർഷി മറുപടി നൽകുകയാണ്, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഗുരുക്കന്മാരൊന്നുമില്ല, ഞാൻ തന്നെയാണ് എൻ്റെ ഗുരു, എന്നിൽ തന്നെയാണ് ഞാൻ എൻ്റെ ഗുരുവിനെ കാണുന്നത്. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മറുപടിയായിട്ട് യദു രാജാവിന് തോന്നുകയാണ്. അങ്ങ് എന്താണ് പറയുന്നത്? അങ്ങേക്ക് എങ്ങനെ അങ്ങേ തന്നെ ഗുരുവായിട്ട് കാണാൻ സാധിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയണേ, എല്ലാറ്റിനുള്ള ഉത്തരം നമ്മുടെ ഉള്ളിലുണ്ട്. അതായത് സമുദ്രം എന്ന് പറയുന്നത് ലവണരസമാണ് സമുദ്രജലത്തിന്, അല്ലേ? ഇനി ഈ സമുദ്രത്തെ നമുക്ക് സാക്ഷാൽ ഭഗവാനോട് ഉപമിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ സമുദ്രജലത്തിലെ ഓരോ കണങ്ങളുമാണ് നമ്മൾ ഓരോരുത്തരും. അതായത് സമുദ്രജലത്തിന് എന്ത് രുചിയാണോ ഉള്ളത്, അല്ലെങ്കിൽ എന്ത് ഗുണമാണോ ഉള്ളത്, ആ ഗുണവും രുചിയും എല്ലാം അതിൻ്റെ ഓരോ തുള്ളിയിലും അടങ്ങിയിരിക്കുന്നുണ്ട്. അതുപോലെ സാക്ഷാൽ ഭഗവാന്റെ അംശങ്ങളായിട്ടുള്ള നമ്മളെല്ലാം ഭഗവാന്റെ അംശാവതാരങ്ങളാണ്. സാക്ഷാൽ ഭഗവാന്റെ അംശങ്ങളായിട്ടുള്ള നമ്മളിൽ ഓരോരുത്തരിലും ആ പൂർണ്ണനായ ഭഗവാന്റെ ആ പൂർണ്ണതയുടെ ഒരംശം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. നമ്മുടെ ബ്രെയിനിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, അതായത് ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാൾ പവർഫുള്ളാണ് നമ്മുടെ ബ്രെയിൻ എന്നല്ലേ പറയുന്നത്. അതായത് അത്രയും നമ്മളതിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. വളരെ ഒരു മൈന്യൂട്ട് പെർസെൻറ്റേജ് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കുന്നത്. അതായത് സാക്ഷാൽ ഐൻസ്റ്റൈൻ പോലും വളരെ കുറച്ച് ശതമാനം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയും നമുക്ക് എന്തിനേയും നേടിയെടുക്കാനായിട്ട് പ്രാപ്തമാക്കാനായിട്ടുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ തന്നെ ഗുരുവാകാനായിട്ടുള്ള സർവ്വ യോഗ്യതകളും ഉണ്ട് എന്ന് പറയാണ്. എങ്കിലും ഞാൻ പ്രകൃതിയെ മുഴുവൻ നിരീക്ഷിച്ചുകൊണ്ട് എനിക്ക് പ്രകൃതിയിൽ നിന്നും അനവധി കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് 24 ഗുരുക്കന്മാരെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ പാടവത്തിലൂടെയാണ് അദ്ദേഹം ഈ 24 ഗുരുക്കന്മാരെയും പ്രാപ്തമാക്കിയിട്ടുള്ളത്. ആരൊക്കെയാണ് ഈ 24 ഗുരുക്കന്മാർ? ഇതാണ് ഇദ്ദേഹം ഗീതയിലൂടെ, അതായത് അവധൂത ഗീത എന്നാണ് പറയപ്പെടുന്നത്. അവധൂത ഗീത എന്നാൽ ദത്താത്രേയ മഹർഷി യദു രാജാവിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇതിൽ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. 8 അധ്യായങ്ങളാണ് അവധൂത ഗീതയിലുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് ആ 24 ഗുരുക്കന്മാർ എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അതായത് നമുക്ക് അറിവ് നേടണമെങ്കിൽ, അല്ലെങ്കിൽ ജ്ഞാനം പ്രാപ്തമാകാനായിട്ട് നമുക്ക് എന്ത് വേണം? ഭാഗവതം എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത് ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾക്കാണ്. അതായത് ഭക്തിക്കും ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും. വൈരാഗ്യം എന്നാൽ എന്താണ്? ഒരു വൈരാഗ്യ ബുദ്ധിയല്ല. അതായത് ഒന്നിനോടും പ്രത്യേകിച്ച് അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത, എല്ലാറ്റിനോടും ഒരു വിരക്തി ഭാവമുള്ള, അതിനാണ് ഭാഗവതം എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. ഭക്തിയുള്ളവന് മാത്രമാണ് ജ്ഞാനം നേടാൻ സാധിക്കുള്ളൂ. ജ്ഞാനമുള്ളവനെ വൈരാഗ്യം
പ്രാപ്തമാവുന്നുള്ളൂ. അപ്പോൾ ഈ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഇനി സർവ്വജ്ഞാനത്തിൻ്റെയും അധിപൻ എന്ന് പറയുന്നത് ആരാണ്? സാക്ഷാൽ ജഗദീശ്വരനാണ്, സാക്ഷാൽ ഭഗവാനാണ് എല്ലാ ജ്ഞാനത്തിൻ്റെയും അധിപൻ. സർവജ്ഞനാണ് ഭഗവാൻ എന്ന് പറഞ്ഞല്ലോ. ഇനി അപ്പോൾ ഈ ദത്താത്രേയ മഹർഷിയാണെങ്കിലോ ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഒരുപാട് അറിവുകളും ജ്ഞാനങ്ങളും എല്ലാം നേടിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെയാണ് അദ്ദേഹം സ്വയം അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ നിന്നുമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രകൃതിയെ നിരീക്ഷിച്ചതിൽ നിന്നൊക്കെയാണ് അദ്ദേഹം ഗുരുക്കന്മാരെ സ്വയമേവ കണ്ടെത്തുകയാണ് ചെയ്തത്. അതായത് ഓരോ പ്രാണികളിലും അദ്ദേഹം ഗുരുക്കന്മാരെ കാണാണ്. ആ പ്രാണികളിൽ നിന്ന് അദ്ദേഹം അനേകം പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഓരോരുത്തരെയും ഗുരുക്കന്മാരായിട്ട് സ്വീകരിക്കണം. ഇനി ഇതിൽ ഇവിടെ പറയുന്നുണ്ട്, അതായത് ഒരു ഗുരു എന്ന് പറയുന്നത് ആരാണെന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഇനി ഇദ്ദേഹം 24 ഗുരുക്കന്മാരെ പറയുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് പൃഥ്വിയാണ്. പൃഥ്വി എന്നാൽ ഭൂമിയാണ്. സാക്ഷാൽ ഭൂമിയെയാണ് അദ്ദേഹം ആദ്യ ഗുരുവായിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ് ഭൂമിയെ ഗുരുവായിട്ട് കാണാനായിട്ടുള്ള കാരണം? ഭൂമി എന്നാൽ സർവം സഹയാണ്. അതായത് നമ്മൾ ഈ ഭൂമിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നുണ്ട്? ഭൂമിയെ പലതരത്തിൽ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട് ഇല്ലേ? അതായത് ഈ ഭൂമിയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് പർവ്വതങ്ങളും നദികളും അതുപോലെ വൃക്ഷലതാദികളും. ഇതാണ് ഭൂമിയുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഇനി നമ്മുടെ ഓരോരുത്തരുടെയും നിലനിൽപ്പിന് പോലും കാരണമാകുന്നത് ഈ വൃക്ഷങ്ങളും സസ്യങ്ങളും ഒക്കെയാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് ഈ വൃക്ഷങ്ങളെയെല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ട് അവിടെയെല്ലാം പുതിയ പുതിയ കെട്ടിടങ്ങൾ പണിയുന്നു. അതുപോലെ കൃഷിക്ക് തീരെ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? ഈ ഭൂമി ചുട്ടുപഴുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം, അതായത് ഈ ഒരു കാലാവസ്ഥ വ്യതിയാനങ്ങളെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. വളരെ ഡ്രൈ ആയിട്ടുള്ള സീസൺസൊക്കെ നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഹോട്ടസ്റ്റ് സീസൺസാണ് കഴിഞ്ഞ വർഷമൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണ്? നമ്മൾ ഭൂമിയെ അനാവശ്യമായിട്ട് മിസ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് ഇദ്ദേഹം എന്താണ് പഠിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് എല്ലാറ്റിനെയും ഭൂമി സ്വീകരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നല്ലൊരു വിത്ത് ഇട്ടു എന്ന് വിചാരിക്കും. ആ വിത്ത് അതിനെ മുളപ്പിച്ച് അതിനെ നല്ലൊരു വൃക്ഷമാക്കി വളർത്തിയെടുത്ത് അതിൽ നിന്നും ഫലങ്ങൾ നൽകുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ആ വേസ്റ്റിനെയും ഭൂമി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാറ്റിനെയും സ്വീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഭൂമിക്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചഭൂതങ്ങളിൽ ഭൂമിയെയാണ് അദ്ദേഹം ആദ്യമായിട്ട് തൻ്റെ ഗുരുവായിട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ ഒരുപാട് പർവ്വതങ്ങളുണ്ട്, ഒരുപാട് നദികളുണ്ട്. ഈ പർവ്വതങ്ങളിൽ നിന്നുമെല്ലാമാണ് ജലാശയങ്ങൾ ഉത്ഭവിക്കുന്നത്. ഈ ജലാശയങ്ങൾ നദികളായിട്ട് മറ്റുള്ളവർക്ക് ഈ നദികൾ ജലദാനം ചെയ്യുന്നുണ്ട്. അതായത് ഈ നദികളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ജീവൻ ഇവിടെ നിലനിർത്താൻ സാധിക്കുന്നത്. ഈ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഭൂമിയിലുള്ളത് കൊണ്ടാണ് ഭൂമിയിൽ മാത്രം ജീവൻ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ജലദാനം നടത്തുന്ന ഈ ഭൂമി, അതായത് സർവ്വതിനെയും സംരക്ഷിക്കുന്ന ഈ ഭൂമി തിരിച്ച് മനുഷ്യന് എന്താണ് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ എല്ലാറ്റിനെയും സ്വീകരിക്കാനായിട്ടുള്ളൊരു മനസ്സാണ് ഭൂമി ദേവിക്കുള്ളത്. അതുമാത്രമല്ല എല്ലാറ്റിനെയും ദാനം ചെയ്യാനായിട്ട് ഭൂമിയുടെ സർവ്വസമ്പത്തുക്കൾ എന്നറിയപ്പെടുന്ന ഈ ജലാശയങ്ങളാണെങ്കിലും അതുപോലെ പർവ്വതങ്ങളാണെങ്കിലും എല്ലാറ്റിനെയും ദാനം ചെയ്യാനായിട്ടുള്ള കഴിവ് അല്ലെങ്കിൽ ആ ഒരു മനസ്സ് ഭൂമിക്കുണ്ട്. അപ്പോൾ അദ്ദേഹം ഭൂമിയിൽ നിന്ന് പഠിക്കുന്നത് എന്താണ്? യാതൊരു സ്വാർത്ഥമായിട്ടുള്ള ചിന്തകളില്ലാതെ എല്ലാവർക്കുമായിട്ട് പങ്കിട്ട് കൊടുക്കുക. ഇതാണ് ഭൂമിയിൽ നിന്നും അദ്ദേഹം പഠിക്കുന്നത്. അതുപോലെ ക്ഷമയാം ധരിത്രി എന്നാണല്ലോ പറയുന്നത് ഭൂമിയെ. ഭൂമിദേവി ക്ഷമയുടെ അല്ലെങ്കിൽ സഹനത്തിൻ്റെ അത്യുങ്കത്തിൽ നിൽക്കുന്ന ഒരാളാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ക്ഷമയും സഹനവും എല്ലാം അദ്ദേഹം പഠിക്കുന്നത് ഭൂമിയിൽ നിന്നാണ്. അടുത്ത ഗുരു എന്ന് പറയുന്നത് ആകാശവും വായുവുമാണ് അടുത്ത ഗുരുക്കന്മാരായിട്ട് പറയപ്പെടുന്നത്. ഇതിൽ ആകാശമാണെങ്കിലും വായുവാണെങ്കിലും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം അവരിൽ നിന്നെല്ലാം പഠിക്കുന്നത് എന്താണ്? അതായത് ഒന്നിനും ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പില്ല. എല്ലാം ആകാശമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും നക്ഷത്രങ്ങളാണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്നത് എവിടെയാണ്? ഈ ആകാശത്താണ്. അതായത് ആകാശം എന്നാൽ എന്താണ്? സ്പേസ് ആണ്. അതിന് പ്രത്യേകിച്ചൊരു സ്ഥലമെന്നില്ല. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണിത്. അപ്പോൾ ഇവിടെ എല്ലാ ഗ്രഹങ്ങളും അല്ലെങ്കിൽ സൂര്യചന്ദ്രന്മാരും എല്ലാം ഈ ആകാശത്തിലാണ് നിലനിൽക്കുന്നതെങ്കിൽ പോലും
അതിനോടൊന്നും ആകാശത്തിന് പ്രത്യേകിച്ചൊരു ബന്ധമില്ല. ബന്ധവിമുക്തമായിട്ടാണ് ആകാശം നിലനിൽക്കുന്നത്. അതുപോലെ നമുക്കും ഒന്നിനോടും ഒരു ഓവർ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാതിരിക്കുക. അപ്പം നമ്മുടെ ഫാമിലി ആണെങ്കിലും മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും ആരോടും അറ്റാച്ച്മെൻറ്റ് അറ്റ് ദ സെയിം ടൈം ഡിറ്റാച്ച്മെൻറ്റ്, ഇത് രണ്ടും നമുക്ക് ഒരേ സമയം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ട് തന്നെ തകർന്നു പോകുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. ഇപ്പോൾ ചിലരെ കണ്ടിട്ടില്ലേ, ചില സ്നേഹബന്ധങ്ങളിലൊക്കെ വീണ് കഴിഞ്ഞാൽ ആ ഒരാളില്ലെങ്കിൽ നിലനിൽപ്പില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ഘട്ടത്തിലേക്ക് എത്തും. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് അറിവുണ്ടായിട്ടും ജ്ഞാനമുണ്ടായിട്ടും ഒന്നും കാര്യമില്ല. അവിടെ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഒരു ദുരന്തം പോലും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ആകാശത്തിൽ നിന്നും നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ബന്ധവിമുക്തമായിട്ടിരിക്കാനായിട്ട് നമ്മൾ പഠിക്കണം എന്ന് പറയാണ് അദ്ദേഹം. ഇനി അടുത്തതായിട്ട് വായുവാണ്. ഈ വായുവിൻ്റെ പ്രത്യേകത എന്താ? വായു എവിടെയെങ്കിലും സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ടോ? ഇല്ല. അതെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വായുവിനെ അകത്തേക്ക് എടുക്കുന്നുണ്ട്, പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് വായു എന്ന് പറയുന്നത് എവിടെയും ശാശ്വതമല്ല. അതിങ്ങനെ ഇപ്പോൾ വായുവിലൂടെ നമുക്ക് നല്ല ഗന്ധങ്ങൾ, സുഗന്ധങ്ങളും ശ്വസിക്കാൻ സാധിക്കും. ദുർഗന്ധങ്ങളെയും, അതായത് സുഗന്ധങ്ങളെയും ദുർഗന്ധങ്ങളെയും ഒരുപോലെ പ്രസരിപ്പിക്കുന്ന ഒന്നാണ് വായു. അതായത് നല്ലതോ ചീത്തയോ എന്നുള്ള യാതൊരു വേർതിരിവും ഇല്ല. എല്ലായ്പ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരിക്കലും ശാശ്വതമല്ല. അതായത് ഇവിടേക്ക് ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായു അത് നമ്മൾ തിരിച്ച് പുറത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അതായത് ഒന്നും, ഇവിടെ വരുന്ന ഒന്നും തന്നെ ശാശ്വതമല്ല. വന്നിട്ടുണ്ടോ തിരിച്ചു പോയേ മതിയാകും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട് ഇല്ലേ? ഇതൊരു കർമ്മഭൂമിയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രാരാബ്ധ കർമ്മം അവസാനിച്ചാൽ നമ്മൾ തിരിച്ച് നമ്മുടെ അതായത് ഈ ഭൂമിയിൽ നിന്നും നമ്മൾ പോയേ മതിയാകും അല്ലേ? അതായത് ഇവിടെ ഉള്ള ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതായിരിക്കാം. അതുപോലെ ഒന്നും ശാശ്വതമല്ല എന്ന് തിരിച്ചറിവ് നേടുക. ഇതൊക്കെയാണ് അദ്ദേഹം ഭൂമിയിൽ നിന്നും വായുവിൽ നിന്നും പഠിക്കുന്നത്. അടുത്തത് അഗ്നിയാണ്. അഗ്നിയുടെ പ്രത്യേകത എന്താണ്? സർവ്വതിനെയും ശുദ്ധീകരിക്കും. ജ്വലിക്കുമ്പോഴാണ് നമ്മൾ അഗ്നിയെ കാണുന്നത്. നമ്മൾ അഗ്നിയാണെങ്കിലും ഗുണദോഷങ്ങൾ അതെന്തൊക്കെയാണെന്ന് നോക്കാതെ എല്ലാറ്റിനെയും ഒരുപോലെ ആഹരിച്ചിട്ടോ അതിനെ ശുദ്ധീകരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. എല്ലാറ്റിനെയും ശുദ്ധമാക്കുക എന്നുള്ളൊരു പ്രക്രിയയാണ് അഗ്നിക്കുള്ളത്. ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ഒന്നെടുത്തു നോക്കൂ. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനകളൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾ പലപ്പോഴും നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ശ്രേഷ്ഠരായിട്ടുള്ള ഒരുപാട് ആത്മാക്കളുണ്ട്. അവരുടെ പ്രാർത്ഥനയൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സമസ്ത സൃഷ്ടികൾക്കും വേണ്ടിയിട്ടായിരിക്കും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥന നമുക്കറിയാമല്ലോ. ലോകം മുഴുവൻ സുഖം ഭവിക്കട്ടെ, അല്ലാതെ എൻ്റെ മക്കൾക്കോ എൻ്റെ കുട്ടികൾക്കോ എൻ്റെ കൂടപ്പിറപ്പിനോ മാത്രം സുഖം ഭവിക്കട്ടെ എന്നല്ല പ്രാർത്ഥിക്കുന്നത്. അതായത് നമ്മുടെ പ്രാർത്ഥന, അതായത് നമ്മുടെ അർച്ചനകളും പ്രാർത്ഥനകളും മറ്റുള്ളവരെ ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കുക. അതായത് ഇവിടെ എല്ലാറ്റിനെയും ശുദ്ധമാക്കുക എന്നൊരു പ്രക്രിയയാണ് അഗ്നി എന്ന് പറയുന്ന ആ ഒരു തത്വത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്തതാണ് ജലം. ജലത്തിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ നല്ല ക്ഷീണിച്ച് വരികയാണ്, നട്ടുച്ചയ്ക്ക് നമ്മൾ ക്ഷീണിച്ച് വരുമ്പോൾ ഒരല്പം ജലം കിട്ടിയാൽ എത്ര സന്തോഷമായിരിക്കും. അപ്പോൾ നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനാണോ തോന്നുക? ഒരല്പം ജലം കിട്ടിയാൽ മതിയെന്ന് തോന്നും അല്ലേ? അപ്പോൾ ആ ജലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, അതായത് തീർത്ഥജലം പോലെ ഈ ഭൂമിയെയും സമസ്ത സൃഷ്ടികളെയും ശുദ്ധീകരിക്കാനായിട്ട് ജലത്തിന് സാധിക്കുന്നുണ്ട്. അതായത് ഭഗവാന്റെ ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? ജലമാണെന്നാണ് പറയപ്പെടുന്നത്. സർവ്വമാലിന്യങ്ങളെയും കഴുകിക്കളഞ്ഞ് നമ്മളെ ശുദ്ധീകരിക്കാനായിട്ട് ജലത്തിന് സാധിക്കുന്നുണ്ട്. തീർത്ഥജലത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളെ ശുദ്ധമാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമുക്ക് തീർത്ഥം സേവിക്കാൻ കിട്ടുന്നില്ലേ? ഈ ജലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ജലത്തിന് ഭയങ്കര മെമ്മറി പവർ ആണെന്നാണ് പറയപ്പെടുന്നത്. ഭയങ്കര എന്ന് പറയാൻ പാടില്ല എന്നാണ് കേട്ടോ പറയാം. അതായത് അതൊരു നെഗറ്റീവ് വേർഡാണല്ലോ. ഭയങ്കരം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വേർഡാണല്ലോ. അപ്പോൾ ജലത്തിന് ഇവിടെ പറയുകയാണെങ്കിൽ ജലത്തിന് നല്ല മെമ്മറി പവർ ആണെന്നാണ് പറയപ്പെടുന്നത്. പല ഇപ്പോൾ വാട്ടർ തെറാപ്പീസ് അല്ല കേട്ടോ, ഈ വെള്ളത്തിന് കുറിച്ചിട്ട് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണങ്ങളും നടത്തിയപ്പോൾ അതിൽ നിന്നും കണ്ടെത്താൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ, നല്ല ചിന്തകളോട് കൂടിയിട്ട് വെള്ളത്തിനെ സമീപിച്ചപ്പോൾ അതിലെ അതിൻ്റെ ഉള്ളിലുള്ള കണങ്ങളുണ്ടല്ലോ, അതൊരു ക്രിസ്റ്റൽ ഷേപ്പിൽ നല്ല ഭംഗിയുള്ള ഷേപ്പിലായിട്ട് കാണപ്പെടുന്നു. അതിൻ്റെ കണ്ടൻസ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് അതിൻ്റെ മോളിക്യൂൾസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള, അതായത് നല്ല ചിന്തകളോട് കൂടിയിട്ട് വെള്ളത്തെ സമീപിച്ചപ്പോൾ അതിലേക്ക് ആ ഒരു ചിന്തകൾ ട്രാൻസ്ഫർ ആവുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല ക്രിസ്റ്റൽ രീതിയിൽ, നല്ല ഭംഗിയുള്ള ക്രിസ്റ്റൽ രൂപത്തിലുള്ള മോളിക്യൂൾസാണ് കാണാൻ സാധിച്ചത്. ഇപ്പം മറ്റുള്ളവരെ ദുഷിച്ചും അതുപോലെ ശപിച്ചും അങ്ങനെയൊക്കെ ആ ഒരു ചിന്തകളൊക്കെ വെള്ളത്തിലേക്ക് കടത്തിവിടുമ്പോൾ വളരെ വികൃതമായിട്ടുള്ള രൂപങ്ങളാണത്രേ
കാണാൻ സാധിച്ചത്. ഇത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ, ഞാൻ വെച്ചുണ്ടാക്കി പറയണമെന്നല്ല. അതായത് ഇങ്ങനെ ഒരു കാര്യം, ഈ വെള്ളത്തിൻ്റെ കാര്യം ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ആ ജലത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ചിന്തകളെ സ്വാംശീകരിക്കാൻ സാധിക്കും, നമ്മുടെ ചിന്തകളെ ശുദ്ധമാക്കാനായിട്ട്, അതായത് അശുദ്ധമായതിനെയെല്ലാം അഗ്നിക്കും ജലത്തിനും ശുദ്ധമാക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ജലത്തിൽ നിന്നും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പഠിക്കണം. അങ്ങനെ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതെല്ലാം കഴിഞ്ഞു അല്ലേ. അടുത്തതാണ് പഞ്ചേന്ദ്രിയങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങളെയും അദ്ദേഹം ഗുരുക്കന്മാരായിട്ട് സ്വീകരിക്കണം. അതായത് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതെല്ലാം പഞ്ചേന്ദ്രിയങ്ങളാണ്. ഇപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ ഓരോ ജീവനെയും എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? അതായത് ഇന്ദ്രിയ സുഖം തേടി നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ നാശത്തിലേക്കാണ് പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതായത് അതിന് അദ്ദേഹം ഓരോ ജീവികളെയും ഉദാഹരിക്കുന്നുണ്ട്. ഇവിടെ കണ്ണ് എന്ന് പറയുന്നത്, ആദ്യമായിട്ട് നമുക്ക് ഈ കണ്ണ് എന്ന ഇന്ദ്രിയം എടുക്കാം. ഈ കണ്ണിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് എല്ലാറ്റിനെയും, അതായത് കാഴ്ച കൊണ്ട് നമ്മൾ പലപ്പോഴും പലതിലും അട്രാക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ കാണുന്നതെല്ലാം സത്യമായിക്കൊള്ളണം എന്നില്ല, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളൊരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ടല്ലോ. ഇവിടെ ഈ കാഴ്ചകളിലെല്ലാം നമ്മൾ ഭ്രമിക്കുകയാണ്. പലപ്പോഴും നമ്മൾ പല കാഴ്ചകളിലും പെട്ട് ഭ്രമിക്കുന്നുണ്ട്. ആ ഭ്രമം ചിലപ്പോൾ നമ്മളെ നാശത്തിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം, പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ ഉദാഹരണമായിട്ട് പറയുന്നത് ഈയാമ്പാറ്റയാണ്. ഈയാമ്പാറ്റ എന്താ ചെയ്യുന്നത്? അതിൻ്റെ കാഴ്ച ശക്തി ഉപയോഗിച്ചിട്ട്, അതായത് വെളിച്ചം വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ചില സമയത്തൊക്കെ സന്ധ്യാനേരങ്ങളിൽ നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈയാമ്പാറ്റകൾ വന്ന് പെരുകുന്നത് കാണുന്നുണ്ട് അല്ലേ. അതായത് ഈയാമ്പാറ്റകളെല്ലാം ഇതിന് ചുറ്റും, ചിലപ്പോൾ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റിലും വന്നിട്ട് അതിങ്ങനെ കറങ്ങി കറങ്ങി ആ തീയിൽ പെട്ടത് നശിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ കാഴ്ച എന്ന കണ്ണ് എന്ന ഇന്ദ്രിയം ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും ഈ പ്രകാശത്തിലേക്ക് ആകൃഷ്ടരായിട്ട് വന്ന് നശിച്ച് വീഴുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നാം ഓരോരുത്തരും. നമ്മുടെ ഇന്ദ്രിയങ്ങളെ അടക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? പ്രത്യേകിച്ച് കാഴ്ച എന്ന ആ ഇന്ദ്രിയത്തെ അടക്കാൻ നമുക്ക് സാധിച്ചാൽ പലപ്പോഴും ഈ നാശത്തിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇനി അടുത്ത ഇന്ദ്രിയമാണ്, അടുത്തത് ചെവിയാണ്. കേൾവി എന്ന ഒരു ഇത് പ്രദാനം ചെയ്യുന്നതാണ്. കേൾവി പ്രദാനം ചെയ്യുന്നതാണ് ചെവി അല്ലേ. ഇവിടെ മാനിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് മാനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഇണയെ, അതായത് അതിൻ്റെ ഇണകൾ അതിനെ മാൻ ആകർഷിക്കപ്പെടുന്നത് ഈ ശബ്ദം കേട്ടുകൊണ്ടാണ്. അപ്പോൾ വേടൻ എന്ത് ചെയ്യും? പാട്ടുകളൊക്കെ പാടി ഇതിനെ ആകർഷിക്കും. അപ്പോൾ അത് ഇണയാണെന്ന് കരുതി ഇത് ഓടി വരും എന്നാണ് പറയുന്നത്. അങ്ങനെ വന്ന് കെണിയിൽ വീണ് അത് അതിൻ്റെ സ്വന്തം ജീവൻ ഹോമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശബ്ദം കൊണ്ടും എന്ത് സംഭവിക്കുന്നുണ്ട്? അതായത് ഈ കേൾവി എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അതുകൊണ്ടും മനുഷ്യൻ ഇതുപോലെ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മുടെ ഈ ശ്രവണം എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് എപ്പോഴും കീർത്തനങ്ങൾ, ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കാൻ, നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനൊക്കെ ആയിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ആപത്തുകളൊന്നും നമുക്ക് വരാതെ നോക്കാം. ഇനി അടുത്തതായിട്ട് പറയുന്നതാണ് ത്വക്ക്, സ്പർശന സുഖം. അതായത് ഇവിടെ ആനയെയാണ് ഉദാഹരണമായിട്ട് പറയുന്നത് ആനയാണ്. അതായത് ഈ കൊമ്പനാന ഈ വാരിക്കുഴി തീർത്തിട്ട് കൊമ്പനാനയെ പിടിക്കാനായിട്ട് വാരിക്കുഴി തീർക്കുമല്ലോ, എന്നിട്ട് ഇതിനെ വീഴ്ത്താനായിട്ട് പിടിയാനയെ അതിനടുത്ത് നിർത്തും. അപ്പോൾ ഈ പിടിയാനയുടെ അടുത്തുള്ള ആ ഒരു സ്പർശന സുഖം ലഭിക്കാനായിട്ട് കൊമ്പനാന ഇതിൻ്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ഈ വാരിക്കുഴിയിൽ അറിയാതെ വന്ന് വീണ് പോവുകയാണ് ചെയ്യുന്നത്. അതോടെ അതിൻ്റെ ജീവിതം നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്പർശന സുഖത്തിന് വേണ്ടിയിട്ടാണ്, അതിന് പിന്നാലെ പോകുമ്പോഴാണ് അതിന് നാശം സംഭവിക്കുന്നത്. അപ്പോൾ ഈ ആനയിൽ നിന്നും അദ്ദേഹം എന്ത് പഠിക്കുന്നുണ്ട്? ഈ ഒരു ലൗകിക ബന്ധങ്ങളൊന്നും ശാശ്വതമല്ല, അതിലേക്കൊന്നും പോയിട്ട് കാര്യമില്ല, വളരെ കുറച്ച് സമയം മാത്രമേ അതിനൊക്കെ സുഖം തരാൻ സാധിക്കുള്ളൂ. അപ്പോൾ ദത്താത്രേയ മഹർഷി പറയണം, അതുകൊണ്ടല്ലേ ഞാൻ വിവാഹം കഴിക്കാണ്ട് ഈ ലൗകിക ജീവിതത്തിലൊന്നും പെടാതെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ജീവിക്കുന്നത്, സന്തോഷത്തോടെ ജീവിക്കുന്നത് അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയണം. അടുത്തതാണ് നാവ്. ഇവിടെ ഇതിന് ഉദാഹരിക്കുന്നത് മത്സ്യത്തോടാണ് കേട്ടോ. അതായത് മത്സ്യത്തിനെ പിടിക്കാനായിട്ട് ഒരു ചൂണ്ടയിൽ
ഒരു മാംസത്തിൻ്റെ കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ചൂണ്ടയിട്ട് പിടിക്കാനായിട്ട് മത്സ്യത്തിനെ പിടിക്കാൻ നോക്കും. അപ്പോൾ ഇതിൻ്റെ നാവിൻ്റെ രുചി അത് കൊതിച്ചിട്ടാണ് ഈ മാംസ കഷ്ണത്തിലേക്ക് ഓടി വന്ന് അത് രുചിക്കാൻ വേണ്ടി ഓടി വരികയാണ് മത്സ്യം. അപ്പോൾ എന്ത് സംഭവിക്കും? ചൂണ്ടയിൽ കുരുങ്ങി അതിൻ്റെ ജീവിതം അവിടെ ഹോമിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രുചി നോക്കിക്കൊണ്ടാണ് മത്സ്യം അതിൻ്റെ ജീവൻ ബലി കഴിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം എല്ലാവരും ഭക്ഷണപ്രിയരാണ്. എല്ലാ കാലത്തും എല്ലാവരും ഭക്ഷണപ്രിയരായിരിക്കും. പക്ഷേ നമ്മൾ എന്ത് വേണം? നമ്മുടെ ജീവിക്കാൻ ആവശ്യമുള്ള ഭക്ഷണം, ജീവിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കരുതെന്ന് പറയും. അതായത് നമുക്ക് എങ്ങനെയുള്ള ഭക്ഷണമാണ് ആവശ്യമുള്ളത്? ഇന്നിപ്പോൾ നമ്മുടെ കൈവിരൽ തുമ്പിലാണ് എല്ലാം. ഒന്ന് ഓർഡർ ചെയ്യേണ്ട താമസമേ ഉള്ളൂ. എന്ത് ഭക്ഷണം വേണമെങ്കിലും നമ്മുടെ മുന്നിലെത്തും. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് കിഡ്നി പേഷ്യൻസ് കൂടുതലാണ്, ക്യാൻസർ പേഷ്യൻസ് കൂടുതലാണ്. കാരണം എന്താ? പുറമേ നിന്നുള്ള ഭക്ഷണത്തിനെ രുചിയുള്ളൂ എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞു ഇന്നത്തെ തലമുറയ്ക്ക്. ഈ രുചിക്ക് വേണ്ടി ചേർക്കുന്ന പല കൂട്ടുകളും വിഷപദാർത്ഥങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ അത് വിഷമാവുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലൊരു അഗ്നിയുണ്ട്, ജഠരാഗ്നിയുണ്ട്. ഇതിനെ ദഹിപ്പിക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. കാരണം ഇത്തരം വിഷങ്ങളൊക്കെ കുമിഞ്ഞുകൂടി നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ടോക്സിൻസ് ആവുകയാണ്. ഈ ടോക്സിൻസ് എല്ലാം ചെന്നിട്ട് നമ്മുടെ ശരീരം പല വിധത്തിലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളാൽ ബാധിക്കപ്പെടുകയാണ്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ നമ്മുടെ നാവിൻ്റെ രുചി നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് അപകടമാണ്. ആ അപകടം നമ്മൾ മുൻകൂട്ടി കാണുക, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി അടുത്തതാണ് ഗന്ധത്തിനോട് ഉപമിക്കുന്നത് വണ്ടിനെയാണ്. അതായത് വണ്ട് തേൻ കുടിക്കാനായിട്ട് പറന്ന് വന്നിട്ട് പല പൂക്കളിൽ നിന്നും തേനൊക്കെ നുകർന്ന് അങ്ങനെ താമരപ്പൂവിൽ വന്നിരിക്കും. അങ്ങനെ താമരപ്പൂവിൽ നിന്ന് തേൻ കുടിച്ച് അതിൻ്റെ ഗന്ധം കേട്ടിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ അത്യാവശ്യത്തിന് തേനൊക്കെ കുടിച്ചു, കുറച്ചുകൂടെ കുടിക്കട്ടെ എന്ന് വിചാരിച്ച് വീണ്ടും ഇരിക്കും. പിന്നെ പോകാമെന്ന് വിചാരിക്കുമ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അത് ആ സുഖത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്, ആ തേനും കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഈ താമരപ്പൂവിൻ്റെ പ്രത്യേകത എന്താ? ഇത് സൂര്യൻ അസ്തമിക്കുന്നതോടെ ഇത് കൂമ്പിപ്പോവും അല്ലേ. അങ്ങനെ ഇത് സൂര്യൻ അസ്തമിക്കുന്നത് പോലും അറിയാതെ ആ ഒരു ഗന്ധത്തിൻ്റെ അതിൽ ഭ്രമിച്ചുകൊണ്ട് ഈ വണ്ട് താമരപ്പൂവിനുള്ളിൽ കുടുങ്ങി പോവാണ്. സമയവും കാലവും കടന്നു പോകുന്നത് അത് അറിയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ആ പൂവ് കൂമ്പി പോകുന്നതോട് കൂടിയിട്ട് അതിനുള്ളിൽ പെട്ട് വണ്ട് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം പറയുന്നത് എന്താണ്? നമ്മുടെ വീടാകുന്ന താമരപ്പൂവിനുള്ളിൽ ഒതുങ്ങിക്കൂടരുത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മുടെ ഈ ലൗകികമായിട്ടുള്ള ബന്ധങ്ങളാണ് എല്ലാം എന്നുള്ള മായയിൽപ്പെട്ട് നമ്മൾ ഇതിനുള്ളിൽ മാത്രം ഒതുങ്ങിപ്പോവരുത്. ഇതാണ് നമ്മുടെ ലോകം, അല്ലെങ്കിൽ ഇവിടെയാണ് എൻ്റെ എല്ലാ സന്തോഷവും എന്ന് കരുതി നമ്മൾ ആ ഒരു ഭ്രമത്തിൽ അവിടെ ജീവിക്കുകയാണ്. അതിൽ നിന്നും പുറത്ത് കടക്കണം. അതായത് അത്യാവശ്യം അമ്പലത്തിലേക്ക് പോകണം, ഗ്രന്ഥങ്ങൾ വായിക്കണം, സത്സംഗങ്ങളിൽ ഏർപ്പെടണം. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അമ്പലങ്ങളിൽ പോയിട്ടോ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടോ ജ്ഞാനം നേടിയിട്ടോ മാത്രം കാര്യമില്ല, സത്സംഗങ്ങളിലൂടെ കൂടി നിങ്ങൾ ഭഗവാനെ അറിയാൻ ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന, അതായത് നമ്മുടെ കൂട്ടുകെട്ടുകൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം, അതായത് ഭഗവാന്റെ ഭക്തരായിട്ടുള്ള ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഉയർന്നു വരാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് കൂട്ടുകൂടുക, അങ്ങനെ നമ്മൾ സത്സംഗങ്ങളിലൂടെ ഭഗവാനെ നേടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതെല്ലാം ഓരോ ഇന്ദ്രിയങ്ങളും ഓരോ ജീവജാലങ്ങളെയും എങ്ങനെയാണ് നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നാണ് ഇതിലൂടെ എല്ലാം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെയും അദ്ദേഹം ഗുരുവായിട്ട് സ്വീകരിക്കുകയാണ്. അതായത് നമ്മൾ ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഓരോ കാര്യത്തെയും സ്വീകരിക്കുന്നത്. ഞാനിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരേ രീതിയിലായിരിക്കണം എന്നില്ല. ഓരോരുത്തരും സ്വീകരിക്കുന്നത് ഓരോരുത്തരുടെയും നിലപാടുകൾ വ്യത്യസ്തമായിരിക്കും, കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും, ചിന്തിക്കുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും. എല്ലാവർക്കും ഒരേപോലെ ഞാൻ പറയുന്ന അതേ രീതിയിൽ ഗ്രഹിക്കാൻ സാധിക്കണം എന്നില്ല. ഓരോരുത്തരും അവരവരുടേതായ ആംഗിളിൽ നിന്നുകൊണ്ടായിരിക്കും ചിന്തിക്കുക. അപ്പോൾ എല്ലാവരും അത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതല്ലാണ് പ്രത്യേകത. ഇനി അടുത്തതായിട്ട് അദ്ദേഹം പറയുന്ന ഗുരു ആരാണ്? സമുദ്രത്തെയാണ് അദ്ദേഹം ഗുരുവായിട്ട് കാണുന്നത്. അതായത് ഈ നദികളെല്ലാം, ഒരുപാട് നദികൾ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകി പല ദേശങ്ങളിലൂടെ പല ഭാഗങ്ങളിലൂടെ എല്ലാം ഒഴുകി അവസാനം എത്തിച്ചേരുന്നത് എവിടെയാണ്? സമുദ്രത്തിലാണ്. അപ്പോൾ എല്ലാറ്റിൻ്റെയും ഒടുക്കം എന്ന് പറയുന്നത് ഈ സമുദ്രത്തിലാണ്. ഇനി നല്ല വേനൽക്കാലമാണ്, നദികളൊക്കെ വറ്റി വരണ്ടു. സമുദ്രം വറ്റി വരണ്ടു പോകുന്നുണ്ടോ? ഇല്ല.
എല്ലാ കാലത്തും ശാശ്വതമായിട്ട് ഒരുപോലെ നിലനിൽക്കുന്നതാണ് സമുദ്രം. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ഥിതപ്രജ്ഞത്വം എന്ന് പറയുമല്ലോ, അതായത് എല്ലായ്പ്പോഴും എല്ലാ അവസ്ഥകളിലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എപ്പോഴും സ്ഥിതപ്രജ്ഞരായിട്ടിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതാണ് സമുദ്രത്തിൽ നിന്നും അദ്ദേഹം പഠിക്കുന്ന പാഠം. നമുക്ക് എല്ലാറ്റിനെയും ഒരുപോലെ നോക്കിക്കാണാനായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. ഇതൊക്കെ പറയാൻ എളുപ്പമാണ് കേട്ടോ, പക്ഷേ നമ്മുടെ സ്ഥിരമായിട്ടുള്ള പ്രയത്നം കൊണ്ട് നമുക്കിതെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സമുദ്രത്തെ പോലെ ആയിരിക്കണം നമ്മൾ, സ്ഥിതപ്രജ്ഞരായിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ട് പറയുന്നത് സൂര്യചന്ദ്രന്മാരെയാണ്. സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും എല്ലാം അദ്ദേഹം പഠിക്കുന്നുണ്ട്. സൂര്യൻ എന്ന് പറയുന്നത് ആരാണ്? പ്രത്യക്ഷനായിട്ടുള്ള ഈശ്വരനാണ് സൂര്യൻ എന്ന് പറയുന്നത്. അതായത് സർവ്വ ഊർജത്തിൻ്റെയും പ്രദാനം ചെയ്യുന്നത്, സർവ്വ ഊർജവും വെളിച്ചവും എല്ലാം പ്രദാനം ചെയ്യുന്നത്, ഓരോ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിൻ്റെ ആധാരമാണ് സൂര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സൂര്യ ഭഗവാന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ സൂര്യൻ ഒരു ദിവസം ഉദിച്ചില്ലെന്ന് കരുതുക, എന്ത് സംഭവിക്കും? നമുക്ക് വെളിച്ചം കിട്ടില്ല. ഇനിയിപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോഴാണ് നമുക്ക് വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട് ഇല്ലേ? രാവിലെ എഴുന്നേറ്റു, നമ്മൾ കുളിച്ചു, ഫ്രഷായി, ജോലിക്ക് പോയി, പഠിക്കാൻ പോയി, അപ്പോൾ നമ്മൾ ഫുൾ എനർജിയാണ് പകൽ സമയങ്ങളിൽ. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാലോ പിന്നെ നമുക്ക് ഉറങ്ങേണ്ട സമയമായി തുടങ്ങി, നമുക്ക് ക്ഷീണമായി, നമ്മുടെ എനർജി ലോസ് ആവുകയാണ്. ഇവിടെ എല്ലാം എന്താ പറയുന്നത്? സൂര്യൻ്റെ ആ ഒരു പ്രാമാണിത്വം അല്ലെങ്കിൽ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സൂര്യൻ നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി ഏറ്റവും കൂടുതൽ എന്നല്ല, സർവ്വ ഊർജത്തിൻ്റെയും ദാതാവ് എന്ന് പറയുന്നത് സൂര്യൻ തന്നെയാണ്. ഇനി ഈ സൂര്യൻ്റെ ചൂട്, അതായത് എങ്ങനെയാണ് നമുക്ക് മഴ ലഭിക്കുന്നത്? നമുക്ക് ജലം ആവശ്യമാണല്ലോ, വെള്ളം വേണമല്ലോ. ഈ സമുദ്രജലം ഈ സൂര്യൻ്റെ ചൂടിനാൽ വേപ്പറൈസായിട്ട് പോയിട്ട് മേഘങ്ങളായി നിന്നിട്ടാണ് നമുക്ക് മഴ ലഭിക്കുന്നത്. ഈ മഴവെള്ളത്തിൽ നിന്നും, അതായത് ഈ ജലം ലഭിച്ചിട്ടാണ് നമുക്ക് കുടിക്കാനും കുളിക്കാനും അല്ലെങ്കിൽ സർവ്വജീവലതാദികളും നിലനിൽക്കുന്നത് ഈ ജലത്തിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഈ ജീവനകളെ മുഴുവനും നിലനിർത്തുന്നത് ഞാനാണ് എന്നുള്ളൊരു അഹങ്കാരം സൂര്യനുണ്ടോ? എന്നാൽ ഞാനൊരു ദിവസം ഉദിക്കാതിരിക്കട്ടെ എന്ന് സൂര്യൻ ചിന്തിച്ചാലോ എന്ത് സംഭവിക്കും? അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എപ്പോഴും കർമ്മത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സൂര്യൻ. നിസ്വാർത്ഥമായിട്ട് കർമ്മം ചെയ്യാണ്, ഒരു ഫലവും ഇച്ഛിക്കുന്നില്ല. എല്ലാ ജീവികൾക്കും വേണ്ടി നിസ്വാർത്ഥമായിട്ട് കർമ്മം ചെയ്യാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ചൂടും വെളിച്ചവും എല്ലാം ഊർജവും എല്ലാം നമുക്ക് നൽകി സമസ്ത സൃഷ്ടികൾക്കും ഒരുപോലെയാണ് നൽകുന്നത്. എനിക്ക് അവനെ ഇഷ്ടമില്ല, അവനെ ഞാൻ കുറച്ച് ഊർജ്ജമേ കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുന്നില്ല. എല്ലാവർക്കും ഒരുപോലെ ഊർജവും വെളിച്ചവും എല്ലാം പ്രദാനം ചെയ്യുന്ന കർമ്മസാക്ഷിയാണ് സൂര്യഭഗവാൻ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഒരു ഗുരുവായിട്ട് കണക്കാക്കുകയാണ്. അടുത്തതാണ് ചന്ദ്രൻ. ചന്ദ്രൻ്റെ പ്രത്യേകത എന്താ? ചന്ദ്രന് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത്. ദക്ഷൻ്റെ ശാപം മൂലമാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത് ചന്ദ്രന്. ഇനി ഇത് മാറി കിട്ടുന്നത് എപ്പോഴാണ്? പ്രഭാസത്തിൽ പോയിട്ട് അതായത് പ്രഭാസത്തിൽ മുങ്ങി വന്നതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ആ ഒരു ശാപം മാറി വരുന്നത്. സത്യത്തിൽ ചന്ദ്രന് പ്രകാശം ഉണ്ടോ? ഇല്ല. അതായത് ഈ അതായത് സൂര്യൻ്റെ പ്രകാശം ഇദ്ദേഹത്തിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശം എന്ന് പറയുന്നത്. ഈ ചന്ദ്രൻ പകൽ സമയങ്ങളിൽ സൂര്യനും രാത്രി സമയങ്ങളിൽ ചന്ദ്രനും നമുക്ക് പ്രകാശം നൽകുന്നുണ്ട്. ഇവരെല്ലാം എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിച്ചിട്ടാണോ നമുക്ക് ഈ പ്രകാശം നൽകുന്നത്? അല്ല, ഒരിക്കലല്ല. വളരെ നിസ്വാർത്ഥമായിട്ടാണ് ഇവരുടെ എല്ലാം സേവനം, അല്ലേ? അപ്പോൾ സ്വയം പ്രകാശിക്കാത്ത ചന്ദ്രൻ പോലും സൂര്യനിൽ നിന്നും പ്രകാശം സ്വീകരിച്ചിട്ട് എല്ലാവർക്കും തുല്യമായിട്ട് നൽകുകയാണ്, അല്ലേ? അപ്പോൾ ഇവിടെ ഇവർ വളരെ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നിസ്വാർത്ഥമായിട്ട്, സ്വാർത്ഥബുദ്ധി ഇല്ല. അപ്പോൾ സ്വാർത്ഥബുദ്ധി ഇല്ലാതെ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യാനായിട്ട് ആരെ കണ്ടുപിടിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്? സൂര്യചന്ദ്രന്മാരെ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് മാടപ്രാവ്. അടുത്ത ഗുരുവാണ് മാടപ്രാവ്. മാടപ്രാവിനെ കുറിച്ച് അദ്ദേഹം ഒരു കഥയാണ് പറയുന്നത്. അതായത് ഒരു കാട്ടിൽ ഒരു മാടപ്രാവ് അതിൻ്റെ സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഈ മാടപ്രാവ്, അതായത് ഈ ആൺപ്രാവ് ഇര തേടാനായിട്ട് പോവാണ്. അമ്മയും കുഞ്ഞുങ്ങളും കൂട്ടിൽ തന്നെയുണ്ട്. പക്ഷേ അതിനിടയിൽ ഒരു വേടൻ വന്ന് ഈ 3 കുഞ്ഞുങ്ങളെയും പിടിക്കുന്നുണ്ട്. വേടൻ അതിനോടൊപ്പം തന്നെ ഈ പെൺകിളിയെയും പിടിക്കുന്നുണ്ട്. ഇത് കണ്ടാണ് മാടപ്രാവ് വരുന്നത്. ഇവരില്ലാതെ ഞാൻ എന്തിന് ജീവിക്കണം എന്ന് കരുതി സ്വയമേവ വേടന് പിടികൊടുക്കുകയാണ്. അങ്ങനെ സ്വന്തം ജീവൻ ബലി കഴിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ കർമ്മബന്ധങ്ങളിലെല്ലാം പെട്ട് നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, സന്താനങ്ങൾ എന്നുള്ള ആ ഒരു നമ്മുടെ കർമ്മങ്ങളിൽ പെട്ട് നമ്മൾ അതിനോട് അഡിക്റ്റഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് നാശം സംഭവിക്കുകയാണ്. അപ്പോൾ ഒന്നിനോടും അഡിക്ഷൻ പാടില്ല എന്നാണ് മാടപ്രാവ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
ഇനി അടുത്തതാണ് അജഗരം എന്ന പെരുമ്പാമ്പ്. പെരുമ്പാമ്പിൽ നിന്ന് എന്താണ് പഠിക്കുന്നത്? അതായത് പെരുമ്പാമ്പ് കുറച്ചൊരു അലസഭാവമായിട്ടാണ്, അതായത് സദാ കിടന്നുറങ്ങുക. എന്തെങ്കിലും ഇര അതിൻ്റെ മുന്നിൽ വന്ന് പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പിടിച്ച് വിഴുങ്ങും. അതിന് വേണ്ടിയിട്ട് ആ ഇരയെ പിടിക്കാനായിട്ട് അത് ശ്രമപ്പെടണമൊന്നുമില്ല. അതിൻ്റെ മുന്നിൽ എന്തിനെങ്കിലും കാണുകയാണെങ്കിൽ വല്ലാതെ വിശക്കുന്നുണ്ടെങ്കിൽ അതിനെ പിടിച്ച് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് പ്രത്യേകിച്ച് ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇനി എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ അത് മതി എന്നുള്ള ഭാവമാണ്. അതായത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ല അത് ജീവിക്കുന്നത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ഈ പെരുമ്പാമ്പിൽ നിന്നും നമുക്ക് പഠിക്കാനായിട്ടുള്ള പാഠം. അടുത്തതാണ് സർപ്പം. ഈ സർപ്പമാണെങ്കിലോ ഏകനായിട്ടാണ് സഞ്ചരിക്കുക. ഇത് വീട് കെട്ടാനോ അല്ലെങ്കിൽ മാളങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും ശ്രമിക്കാറില്ല. മറ്റ് ജീവികളുടെ മാളങ്ങളിൽ കയറി താമസിക്കലാണ് പതിവ് സർപ്പത്തിന്. അപ്പോൾ ഇപ്പോൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, പലരും കടക്കണികളിൽ വീടുന്നത് ഈ പലതരത്തിലുള്ള ലോണുകൾ എടുത്തിട്ട്, ഹൗസിംഗ് ലോൺ ഉണ്ടായിരിക്കും. ആ ഹൗസിംഗ് ലോൺ ഒരുവിധം വീടി വന്നു കഴിഞ്ഞാൽ കാർ എടുക്കും, കാർ ലോൺ ആയിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ലോണുകളിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം എന്ത് സംഭവിക്കുന്നു? നമ്മുടെ വരവിനനുസരിച്ച് ചിലവ് ചെയ്യാനായിട്ട് സാധിക്കാതെ നമ്മൾ പലപ്പോഴും ഈ ലോണുകളിൽ ഈ പ്രാരബ്ധങ്ങളിലൊക്കെ പെട്ട് നമ്മുടെ ജീവിതം അങ്ങോട്ട് ഹോമിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? പക്ഷെ നമ്മൾ സർപ്പത്തെ കണ്ടുപഠിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിന് പ്രത്യേകിച്ച് ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളോടും ഒരു അറ്റാച്ച്മെൻ്റ് അതിനില്ല. അതുകൊണ്ട് തന്നെ അത് ഏകനായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അതിനൊരു അറ്റാച്ച്മെൻ്റ് ഇല്ല. അത് വീട് കെട്ടാൻ ശ്രമിക്കുന്നില്ല, ഒന്നും ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുന്നില്ല. കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് കിടക്കാനായിട്ടൊരിടം കിട്ടിയാൽ അവിടെ കിടന്ന് അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിയാണ് സർപ്പം. അതാണ് സർപ്പത്തിൽ നിന്നും പഠിക്കാനുള്ളത്. അടുത്തത് ഞാറക്കിളിയാണ്. ഞാറക്കിളി വളരെ ചെറിയൊരു കിളിയാണ്. ഈ ഞാറക്കിളി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെവിടെ നിന്നും ഒരു മാംസകഷ്ണം കിട്ടണം. ഈ മാംസകഷ്ണവും എടുത്തുകൊണ്ട് അത് പറന്നു വരുന്നതിനിടയിൽ പല പക്ഷികളും വന്ന് അതിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് ആ മാംസകഷ്ണത്തിന് വേണ്ടിയിട്ട്. അവസാനം സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആ മാംസകഷ്ണം അത് താഴെയിടുകയാണ്. താഴെയിടുന്നതോടുകൂടി എന്ത് സംഭവിക്കും? മറ്റ് പക്ഷികളെല്ലാം അതിനെ ഉപേക്ഷിച്ച് ആ മാംസകഷ്ണത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ഒന്നും പിടിച്ചു വെക്കാതെ എല്ലാറ്റിനെയും വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ സൗഹൃദങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് സമ്പത്ത് ഇതെല്ലാം പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കും തോറും എല്ലാം മറ്റുള്ള ജീവികളെല്ലാം വന്ന്, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന് നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും, നമ്മൾ പോലും അറിയുന്നില്ല. അതുകൊണ്ട് എല്ലാറ്റിനോടും ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക. ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാറ്റിൽ നിന്നും വിഡ്രോ ചെയ്യുക. പണ്ട് കാലത്തൊക്കെ പറയുമല്ലോ, വനവാസത്തിന് പോകാമെന്നൊക്കെ പറയില്ല. അതായത് ഒരു സമയം വരെ നമ്മൾ നമ്മുടെ ലൗകിക ജീവിതത്തിൽ നിൽക്കുക, അത് കഴിഞ്ഞിട്ട് പരിപൂർണമായിട്ടും എല്ലാറ്റിനെയും വിട്ടൊഴിഞ്ഞ് ജീവിക്കാനായിട്ടുള്ള ഒരു ധൈര്യം നമുക്കുണ്ടായിരിക്കണം. അടുത്തതായുള്ള ഭക്തയല്ല, ഗുരുവാണ് കുമാരി. കുമാരി എന്നാൽ ചെറുപ്പം, പെൺകുട്ടി എന്നൊക്കെ ആണ്. അതായത് ഒരിക്കൽ മാതാപിതാക്കളില്ലാത്ത സമയത്ത് വീട്ടിൽ വിരുന്നുകാർ വന്നപ്പോൾ കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ ഈ കുമാരി ഈ പെൺകുട്ടി എന്ത് ചെയ്തു? നെല്ല് കുത്തി അവലുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അവളുടെ നെല്ല് കുത്താനായിട്ട് അവൾ ആരംഭിച്ചു. അപ്പോൾ അവളുടെ വളകൾ കിളിങ്ങാണ്. ഈ നെല്ല് കുത്തുമ്പോൾ വിരുന്നുകാർ തിരിച്ചറിയില്ലേ, അവൾ എന്തോ ചെയ്യുകയാണ് എന്നുള്ളത് മനസ്സിലാക്കില്ലേ, അത് മോശമല്ലേ എന്ന് കരുതി അവൾ എന്ത് ചെയ്യും? അവളുടെ വള കുറച്ചും ഊരി മാറ്റി വയ്ക്കും. എന്നിട്ട് 2 വളകൾ മാത്രം എടുത്തിടും. അപ്പോൾ എന്ത് സംഭവിക്കും? ഓരോ കയ്യിലും ഓരോ വള വെച്ചിട്ടിടുമ്പോൾ തീരെ ശബ്ദം കേൾക്കുന്നില്ല. അങ്ങനെ അതായത് അതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? അതായത് ആളുകൾ കൂടുന്തോറും ബഹളങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. 2 പേര് മാത്രമാണെങ്കിലും പരസ്പരം ഓരോന്നും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടും അങ്ങനെ രസിച്ചിരിക്കും. തനിച്ചായാൽ എന്താ ഗുണം? തനിച്ചായാൽ നമുക്ക് ശാന്തി കണ്ടെത്താൻ സാധിക്കും, യാഥാർത്ഥ്യബോധത്തിൽ ജീവിക്കാൻ സാധിക്കും. തനിച്ചാകുമ്പോൾ ഏകാന്തത ഒരു കണക്കിന് വളരെ നല്ലതാണ്. എത്രയോ പേര് ഏകാന്തത ഒരു ഭാരമായും വേദനയായും അനുഭവിച്ച് ജീവിക്കുന്നവരുണ്ട്. പക്ഷെ സത്യത്തിൽ ഭഗവാനെ അറിയാൻ, ഭഗവാനിലേക്ക് എടുക്കാൻ, നമ്മളെ സ്വയം കണ്ടെത്താനും തിരിച്ചറിയാനും ഒരു ആത്മബോധത്തിൽ ജീവിക്കാനും ഏറ്റവും നല്ലത് ഏകാന്തതയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം ആ കന്യക ഒരു വള മാത്രം ഇട്ടപ്പോൾ പിന്നെ അവിടെ ശബ്ദങ്ങൾ ഉണ്ടായില്ല. അപ്പോൾ അതിൽ നിന്നും ശാന്തതയ്ക്ക് ഏകാന്തത വളരെ നല്ലതാണ്. അതായത് മനസ്സിന് ശാന്തമായിട്ടിരിക്കാൻ, അല്ലെങ്കിൽ ഭഗവത് ഭക്തിയിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കാൻ, മനസ്സിനെ ഏകീകൃതമാക്കാനെല്ലാം ഈ ഒരു ഏകാന്തത കൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഗുരുവിനെ പറയുന്നത് വേട്ടാളനെയാണ്. വേട്ടാളൻ എന്ത് ചെയ്യും? ഒരു പുഴുവിനെ കൊണ്ടുവന്ന് ഒരു പൊത്തിലെടുത്ത് വയ്ക്കും.
അപ്പോൾ ഈ പുഴു ഭയന്നിട്ടാണ് ഇരിക്കുന്നത്. എന്നാണ് വേട്ടാളൻ വരിക, എപ്പോഴാണ് വരിക എന്ന് വിചാരിച്ച് വേട്ടാളനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് തന്നെ കുത്തിക്കൊല്ലാനായിട്ട് വേട്ടാളൻ വരുന്നത്, കൊന്നു ഭക്ഷിക്കാൻ വരുന്നത് എന്നുള്ള ഭയത്തിലാണ് പുഴു അതിനുള്ളിലിരിക്കുന്നത്. സദാസമയം വേട്ടാളനെ കുറിച്ച് മാത്രമാണ് ചിന്ത. അങ്ങനെ ആ പുഴു സ്വയം വേട്ടാളനായിട്ട് മാറുകയാണ്. ഒന്നിനെ തന്നെ നനച്ചിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളതായിട്ട് മാറുകയാണ്. അതായത് കംസനെയും അതുപോലെ രാവണൻ്റെ ഒക്കെ കാര്യം അറിയാമല്ലോ. അവർക്ക് വിരോധ ഭക്തിയാണുള്ളത്. സാക്ഷാൽ ഭക്തന്മാരെ പോലെയല്ല, അതിനേക്കാൾ തീവ്രമായിട്ടാണ് അവർ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതായത് യഥാർത്ഥ ഭക്തരായിട്ടല്ല, വിരോധ ഭക്തിയിലൂടെയാണ് അവർ ഭഗവാനെ നേടിയത്. സദാസമയം ഒരു ഭക്തൻ ചിന്തിക്കുന്നതിനേക്കാൾ അനവധി മടങ്ങ് ഇരട്ടി, അതായത് അതിനേക്കാൾ കൂടുതൽ തവണ അവർ ഒരു ദിവസത്തിൽ ഭഗവാനെ കുറിച്ച്, കംസനൊക്കെ സദാസമയം എപ്പോഴാണ് കൃഷ്ണൻ വരിക കൃഷ്ണ 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 എന്നുള്ള ചിന്ത മാത്രമാണ് കംസൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. രാവണനാണെങ്കിലോ സദാ രാമനെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്, എപ്പോഴാണ് രാമൻ വരിക. അതായത് ഒരു വിരോധ ഭക്തിയിലൂടെ അവർ ഭഗവാനെ സ്വായത്തമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ ഒന്നിനെ തന്നെ നനച്ചിരുന്നാൽ നമ്മൾ അതായിട്ട് തീരും. അപ്പോൾ ആ വേട്ടാളനിൽ നിന്നും അദ്ദേഹം ആ വേട്ടാളനിൽ ഒരു ഗുരുവിനെ കാണണം. ഇവിടെ നമ്മുടെ മനസ്സും ചിന്തയും ശ്രദ്ധയും എപ്പോഴും എവിടെയാണ് വേണ്ടത്? ഭഗവാനിലേക്കാണ് തിരിയേണ്ടത്. ഇനി അടുത്തതാണ് ചിലന്തി. ചിലന്തി എന്താ ചെയ്യുന്നത്? തൻ്റെ ശരീരത്തിനുള്ളിൽ നിന്നും വായിൽ നിന്നും പശ പുറത്തേക്ക് വരുന്നു. ആ പശ ഉപയോഗിച്ച് അത് വല കെട്ടുന്നു, ഇര പിടിക്കുന്നു. ഇരയെ ഭക്ഷിച്ചു കഴിഞ്ഞ് പിന്നീട് അത് എന്തു ചെയ്യും? തിരിച്ച് ആ പശ അതിൻ്റെ ശരീരത്തിനകത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് അത് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? നമ്മൾ ഇപ്പോൾ ആവശ്യത്തിന്, അതായത് ഭഗവാൻ എന്താ ചെയ്യുന്നത്? സമസ്ത പ്രപഞ്ചത്തിനെയും അല്ലെങ്കിൽ സർവ്വ സൃഷ്ടികളെയും സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് അതിനെ നിലനിർത്തുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട്. ഒരു സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിനെയെല്ലാം അതായത് ഒരു സംഹാരം നടക്കുന്നുണ്ട്. ഈ ചതുർയുഗങ്ങൾ ഓരോന്നിനെ കുറിച്ചും പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ യുഗങ്ങളും കഴിയുമ്പോൾ പ്രളയം വരുന്നുണ്ട്. അങ്ങനെ ഇത് അവസാനിക്കുന്നുണ്ട്. അതുപോലെ ഈ സർവ്വ ജീവജാലങ്ങളും ഭഗവാനിലേക്ക് മടങ്ങി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു തത്വം കൂടി ചിലന്തിയിൽ നിന്ന് പഠിക്കണം. അടുത്തതാണ് ശരമുണ്ടാക്കുന്ന, അതായത് ശരമുണ്ടാക്കുന്ന, ശരം എന്ന് വെച്ചാൽ എന്താ? യുദ്ധത്തിനൊക്കെ അമ്പ്. ആ ശരമുണ്ടാക്കുന്നവനാണ് അടുത്ത ഗുരു. അതായത് ഇദ്ദേഹത്തിൻ്റെ ചിന്ത എല്ലായ്പ്പോഴും എത്ര കൃത്യമായിട്ടും എത്ര നന്നായിട്ടും ഇത് ഉണ്ടാക്കാം എന്നുള്ളതിലാണ്. കാരണം ഇദ്ദേഹം ഉണ്ടാക്കുന്ന ശരം ഉപയോഗിച്ച് യുദ്ധം വിജയിക്കണം. അപ്പം അദ്ദേഹത്തിന് ഒരു പാളിച്ചകളും പറ്റാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പരിപൂർണ ശ്രദ്ധ അദ്ദേഹത്തിൻ്റെ കർമ്മത്തിലാണ്, പ്രവൃത്തിയിലാണ്. രാജാവ് വന്നാൽ പോലും അദ്ദേഹം അറിയുന്നില്ല. കാരണം അത്രയും കർമ്മനിരതനായിട്ടാണ് അദ്ദേഹം ഈ ശരം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ കർമ്മങ്ങളിൽ നമ്മൾ സദാ വ്യാപൃതരായിട്ടിരിക്കുക. ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ആ കർമ്മത്തിൽ മാത്രം പരിപൂർണ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ആകുമ്പോഴാണ് അതിന് പൂർണ്ണത ഉണ്ടാവുന്നുള്ളൂ. അതായത് എന്തൊരു കാര്യം നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സക്സസ് ആവും എന്നാണ് പറയുന്നത്. ഇപ്പോൾ മെഡിറ്റേഷൻ, ധ്യാനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധിയും മനസ്സും എല്ലാം ഏകാഗ്രമാക്കി നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കാനായിട്ടുള്ള ഒരു പ്രാപ്തി ഉണ്ടാകും. അതാണ് ഇവിടെ പറയുന്നത്. അതായത് മനസ്സിനെ ഒന്നിൽ തന്നെ ഉറപ്പിച്ച് നിർത്താനായിട്ട് സാധിക്കുക. അതാണ് ഈ ശരമുണ്ടാക്കുന്നവനിൽ നിന്നും അദ്ദേഹം പഠിച്ചത്. ഇനി അടുത്തതായിട്ട് തേനീച്ചയെ കുറിച്ചാണ് പറയുന്നത്. ആരാണ് തേനീച്ച? തേനീച്ചയെയും അദ്ദേഹം ഗുരുവിൻ്റെ സ്ഥാനത്താണ് കാണുന്നത്. തേനീച്ച പൂക്കളിൽ നിന്നും തേൻ എടുത്ത് അതിനാവശ്യമുള്ളതെല്ലാം അത് സേവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മിച്ചമുള്ളത് അതെന്ത് ചെയ്യും? ഈ ബീ ഹൈവിൻ്റെ ഉള്ളിൽ, അതായത് ഈ തേനീച്ച കൂടുണ്ടാക്കില്ല, അതിൻ്റെ ഉള്ളിൽ, ഈ ഹൈവിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കും. പക്ഷേ എന്ത് സംഭവിക്കും? പലപ്പോഴും അതിനത് കിട്ടില്ല. ഒന്നുകിൽ മറ്റേതെങ്കിലും ജന്തുക്കളോ അല്ലെങ്കിൽ വേട്ടക്കാരനോ അത് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അതിനിടയിൽ ഈ തേനീച്ച മരണപ്പെട്ടേക്കാം. ഇവിടെയെല്ലാം നമ്മൾ ഈ കരുതി വെക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ നമ്മൾ ഓരോരുത്തരും ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. അറിവുണ്ടാക്കാനല്ല, സ്വത്ത് സമ്പാദിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം സമ്പാദിച്ച് വെച്ച് അവസാനം നമ്മളൊന്നുമില്ലാതെയാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ തേനീച്ചയുടെ കഥ മനസ്സിലുണ്ടായിരിക്കണം. സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതെല്ലാം നഷ്ടപ്പെടാനായിട്ട് ഒരു നിമിഷം മതി. അതുകൊണ്ട് തന്നെ തേനീച്ചയെ കണ്ട് പഠിക്കണമെന്നാണ് പറയുന്നത്. ഇനി
ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളത് മനുഷ്യ ശരീരമാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം എന്താ? മനുഷ്യൻ്റെ രൂപത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഒരുവന് പരമപദം പോകാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതായത് നമ്മൾ അനവധി ദശലക്ഷക്കണക്കിന് ജീവികളായിട്ട് ഭൂമിയിൽ പിറവിയെടുക്കുന്നുണ്ട്. അവസാനം നമ്മുടെ സുകൃതം കൊണ്ട് ലഭിക്കുന്നതാണ് മനുഷ്യജന്മം. ആ മനുഷ്യജന്മം നമ്മൾ എത്രമാത്രം പക്വതയോട് കൂടിയിട്ട് വിനിയോഗിക്കണം എന്നുള്ളത് ചിന്തിക്കണം. നമ്മുടെ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഒരു അരുവിയോ നദിയോ ഒഴുകി അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക്, അത് ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലേക്ക് ഒഴുകിയാലും അവസാനം അത് എത്തിച്ചേരുന്നത് അതിൻ്റെ ലക്ഷ്യത്തിലേക്കാണ്. അതിന് ലക്ഷ്യം തെറ്റുന്നുണ്ടോ? ഒരിക്കലും ലക്ഷ്യം തെറ്റുന്നില്ല. കൃത്യമായി അത് ഒഴുകി എത്തിച്ചേരുന്നത് ായിരിക്കും. അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ള വ്യക്തത ഉണ്ടായിരിക്കണം. മനുഷ്യജന്മം വളരെ ദുർലഭമായിട്ടുള്ള മനുഷ്യജന്മം ലഭിച്ചാലോ നമ്മൾ എന്ത് വേണം? അതിനെ പരമാവധി ഉപയോഗിക്കണം. ആ ഉപയോഗം എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടായിരിക്കണം. ഇനി ഭക്തിയോ ഭഗവാനിൽ അടിയുറച്ച വിശ്വാസമോ ഒന്നുമില്ലാത്തൊരു നിരീശ്വരവാദിയാണെങ്കിലും അദ്ദേഹം കർമ്മങ്ങളിലൂടെ ഭഗവാനെ നേടിയെടുക്കുന്നുണ്ട്. അദ്ദേഹം പോലും അറിയാതെ സത്യസന്ധമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നവർ, നീതിയുക്തമായിട്ട് ജീവിക്കുന്നവർ, അഹിംസാ മാർഗത്തിൽ ചരിക്കുന്നവർ, ഇവർ ഭഗവാന്റെ നാമം പോലും ഉച്ചരിച്ചില്ലെങ്കിലും അവരുടെ കർമ്മങ്ങളിലൂടെ അവർ ഭഗവാനെ നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും പരമമായിട്ടുള്ള ലക്ഷ്യം എന്തായിരിക്കണം? നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം തീർച്ചയായിട്ടും ആ ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ആ ഭഗവാനിൽ അലിഞ്ഞു ചേരുക എന്നുള്ളതായിരിക്കണം. ഇനി അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പിങ്കള എന്ന് പറയുന്നത് ഒരു വേശ്യാസ്ത്രീയാണ്. അവരെയും അദ്ദേഹം ഒരു ഗുരുവായിട്ടാണ് കണക്കാക്കുന്നത്. ഈ പിങ്കളയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർ ദിവസവും സന്ധ്യാനേരമായി കഴിഞ്ഞാൽ അണിഞ്ഞൊരുങ്ങി മാളികപ്പുറത്ത് വന്ന് നിൽക്കും. എന്നിട്ട് വഴിയിലൂടെ പോകുന്ന പുരുഷന്മാരെ ആകർഷിക്കുക, അതായത് അവരെ ആകർഷിച്ച് തൻ്റെ വരുതിയിലാക്കുക. അങ്ങനെ അതിൽ നിന്നും ലഭിക്കുന്ന സുഖഭോഗങ്ങൾ ആസ്വദിക്കുക, അതിൽ നിന്നും ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ജീവിക്കുക. അപ്പോൾ അവർക്ക് ഈ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമായിരുന്നു താല്പര്യം. പക്ഷേ എങ്കിലും അവർ വലിയൊരു ഭക്തയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ സാധാരണ പതിവ് പോലെ അവർ മട്ടുപ്പാവിൽ വന്ന് നിൽക്കുകയാണ്. പക്ഷെ ആരും തന്നെ അവരിൽ ആകൃഷ്ടരായിട്ട് വന്നില്ല. അന്നത്തെ ദിവസം അവർ ഒരു വിരക്തി തോന്നാണ് അവർക്ക് സ്വയം. അങ്ങനെ ഭഗവാനിൽ ആശ്രയിച്ചു. അന്നത്തെ ദിവസം അവർക്ക് സാധാരണ ദിവസങ്ങളിൽ ഇതെല്ലാം കഴിഞ്ഞാലും അവർക്ക് ഉറക്കം കിട്ടാറില്ല, നല്ല രീതിയിൽ അവർക്ക് ഉറങ്ങാൻ സാധിക്കാറില്ല. പക്ഷേ അന്നത്തെ ദിവസം അവർ പൂർണ്ണമായിട്ടും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നാമങ്ങൾ ജപിച്ചുകൊണ്ട് ആ ഒരു ദിവസം മുഴുവൻ അവർ ചെലവഴിക്കുകയാണ്. എന്നിട്ടോ അന്നത്തെ ദിവസം അവർ സുഖമായിട്ട് ഉറങ്ങുകയാണ്. അന്നാണ് അവർ തിരിച്ചറിഞ്ഞത്, അതായത് എത്ര വലിയ സന്തോഷമാണ്, ഇത്രയും നാൾ താൻ ഈ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ആനന്ദമായിരുന്നല്ലോ അനുഭവിച്ചിരുന്നത്, അതൊക്കെ എത്ര തുലവും തുച്ഛമാണ് ഈ ഒരു സന്തോഷത്തിൽ. യഥാർത്ഥത്തിൽ നമ്മൾ ഭക്തിയിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ അതിൽ പരം ഒരു ആനന്ദം നമുക്കൊന്നിനും തരാൻ സാധ്യമല്ല. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാനായിട്ട് സാധിക്കൂ. ഐസ്ക്രീമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഐസ്ക്രീം രുചിച്ച ഒരാൾക്ക് മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ രുചി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അത് അറിയാത്തവർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും അറിയാൻ സാധിക്കില്ല. അതുപോലെയാണ് ഭഗവാനെ അറിയുന്ന ആ ഒരു നിമിഷത്തിൻ്റെ സുഖം എന്താണെന്ന് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. അതിന് അനവധി വഴികളുണ്ട്. പിങ്കളയ്ക്ക് അതിനൊരു ഭാഗ്യം ലഭിച്ചു. അപ്പോൾ പിങ്കളയിലും അദ്ദേഹം കാണുന്നത് ആരെയാണ്? ഒരു ഗുരുവിനെയാണ്. കാരണം എത്ര മോശം വഴിയിലൂടെ സഞ്ചരിച്ചാലും ഭഗവാൻ നമ്മളെ തള്ളിക്കളയില്ല. അവരെയും രണ്ട് കൈയും നീട്ടി ഭഗവാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. അവർക്ക് ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് ഭഗവാൻ ഒരു അവസരം കൊടുത്തു, അതവർ വിനിയോഗിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു വിരക്തിയിലൂടെ അവർ ഭഗവാനിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും ഈ ജീവിതത്തിൽ എത്ര അട്രാക്റ്റഡ് ആയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും അതിനേക്കാൾ സുഖവും സന്തോഷവും സമാധാനവും എല്ലാം നമുക്ക് ഭഗവാനിലാണ് എന്ന തിരിച്ചറിവുണ്ടായിരിക്കണം. ഇനി അവസാനമായി അദ്ദേഹം ഒരു ഗുരുവിനെ കൂടി പറയുന്നുണ്ട്. അത് തൻ്റെ സ്വന്തം ശരീരം തന്നെയാണ്, താൻ തന്നെയാണ് ഗുരു എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. അതായത് സാധാരണ ശരീരത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ശരീരം ഉണ്ടാവുന്നു, അത് വളരുന്നു, അതൊരു പരിധി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാലം കഴിഞ്ഞാൽ ആ ശരീരം നശിച്ചു പോകുന്നു. ഇതെല്ലാവർക്കും ഒരുപോലെ തന്നെ സംഭവിക്കുന്നതാണ്. അപ്പോൾ സത്യത്തിൽ ഈ ശരീരത്തിൻ്റെ നിലനിൽപ്പ് എത്രമാത്രം ഉണ്ട്? വളരെ കുറച്ച് സമയം മാത്രമേ നമ്മൾ എത്ര നന്നായി സംരക്ഷിച്ചാലും സൂക്ഷിച്ചാലും ഇത് വളരെ കുറച്ച് സമയം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ശാശ്വതമാണോ? ഒരിക്കലുമല്ല. എന്നാലോ ഇതിൻ്റെ ഉള്ളിൽ ശാശ്വതമായിട്ടുള്ള ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിനെയാണ് നമ്മൾ അറിയേണ്ടത്. ഈ പുറമേയുള്ള ശരീരത്തിനേക്കാൾ ഉള്ളിൽ നിലനിൽക്കുന്ന ആത്മാവിനെ അറിയാനായിട്ട് നമുക്ക് ശ്രമിക്കുമ്പോൾ അവിടെ
എന്ത് സംഭവിക്കും? നമുക്ക് ഈശ്വര സാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കണം. അതിന് അദ്ദേഹം ഒരു ഉദാഹരണമല്ല, ഭാഗവതത്തിൽ ഒരു കഥയുണ്ട്. അതായത് സാക്ഷാൽ യമധർമ്മ രാജാവ് യക്ഷൻ്റെ വേഷത്തിൽ വന്നിട്ട് യുധിഷ്ഠിരനോട് ചോദിക്കുകയാണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം 7 അത്ഭുതങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിനേക്കാൾ വലിയ അത്ഭുതം എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് യുധിഷ്ഠിരൻ നൽകുന്ന വളരെ രസകരമായിട്ടുള്ള മറുപടിയുണ്ട്. അതായത് നമുക്ക് ചുറ്റുമുള്ള പലരും മരിച്ചു വീണാലും നമ്മുടെ ചിന്ത എന്താ? എനിക്ക് മരണമില്ല എന്നുള്ള ചിന്തയോടെയാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. അത് വലിയൊരു അത്ഭുതമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളത്. സത്യമല്ലേ? അപ്പോൾ ഇത്രയും ഉത്കൃഷ്ടമായിട്ടുള്ള മനുഷ്യജന്മം കിട്ടിയിട്ടും അതിനെ പരിപൂർണമായിട്ടും വിനിയോഗിക്കാൻ സാധിക്കാതെ, വളരെ ദുർലഭമായിട്ടുള്ളതാണ് മനുഷ്യജന്മം, അതിനെ വിനിയോഗിക്കാനാകാതെ നമ്മൾ ഈ മായയിൽപ്പെട്ട് ഭഗവാനെ അറിയാതെ ചത്തൊടുങ്ങാണ് ചെയ്യുന്നത് സത്യത്തിൽ, അല്ലേ? എത്ര കഷ്ടമാണത്. അപ്പോൾ എല്ലാറ്റിലും ഭഗവാനെ കാണാൻ ശ്രമിക്കുക, ഓരോന്നിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക, അത് ഉൾക്കൊള്ളാനായിട്ടുള്ള വിശാലമായ മനസ്സുണ്ടാക്കുക, ചിത്തശുദ്ധി നേടുക, എല്ലാറ്റിനെയും അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കാം. ഇവരിലേക്ക് ജ്ഞാനം ഒഴുകിയെത്തും. ജ്ഞാനമുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഭക്തിയുള്ളിടത്താണ് ജ്ഞാനം ഉണ്ടായിരിക്കുക, ജ്ഞാനമുള്ളിടത്ത് വൈരാഗ്യം ഉണ്ടായിരിക്കും, വൈരാഗ്യമുള്ളിടത്ത് ഭഗവത് സാക്ഷാത്കാരം വളരെ എളുപ്പത്തിൽ സംഭവ്യമാകും. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ആ ജ്ഞാനം നേടാനുള്ള ഭാഗ്യം ഭഗവാൻ തരട്ടെ. ഓരോരുത്തരായിട്ട് നമ്മുടെ മുൻപിൽ ഭഗവാൻ വരുന്നുണ്ട്. അവരിൽ നിന്നെല്ലാം നമുക്ക് പാഠങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ മനസ്സ് തുറന്നൊന്ന്, കണ്ണും മനസ്സും തുറന്നു വെച്ചാൽ നമ്മുടെ ചുറ്റിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിക്കാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.